സമയം രാത്രിയാണ്. ഒരു സെക്യൂരിറ്റി ഇപ്പം ഒരു ബിൽഡിങ്ങിനകത്ത് നിൽക്കുകയാണ്. അയാൾ ജോലി ചെയ്യുന്ന സ്ഥലമാണിത്. ഈ സമയത്ത് അയാൾ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. വളരെ വെപ്രാളത്തോടെ അവിടെയുള്ള ഒരു ഡെക്റ്റ് തുറക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. ഈ സമയം അയാൾ നിൽക്കുന്ന റൂമിലായിട്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങി. അതും കൂടെ കാണുമ്പോൾ അയാളുടെ വെപ്രാളം ഇങ്ങനെ കൂടുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് അയാൾ ആ ഡെക്റ്റിന്റെ ഡോർ തുറന്നു. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ കുറെ പോയി അയാൾ ആ ഡെക്റ്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ അയാൾ ഉള്ളത് ഒരു വലിയ കോറിഡോറിലാണ്. അതിലെ അയാൾ പേടിച്ച് മുന്നോട്ട് ഓടുകയാണ്. അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ എന്തൊക്കെയോ നീല പ്രകാശം കാണുന്നുണ്ട്. മാത്രമല്ല നല്ല ഉച്ചത്തിൽ പാട്ടും കേൾക്കുന്നുണ്ട്. എന്തൊരു ഗാനമേള നടക്കുന്ന പോലെ. അങ്ങനെ ആ സ്ഥലത്തേക്ക് തന്നെയാണ് പുള്ളി ഓടിപ്പോകുന്നത്. എന്നാൽ കുറെ ഓടി മുന്നിലെത്തുമ്പോൾ അവിടെ ഡെഡ് എൻഡ് ആണ്. പുള്ളിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ സമയത്താണ് പുള്ളിയുടെ പുറകിലായിട്ട് ഒരു രൂപം വന്നു നിൽക്കുന്നത്. ആ രൂപത്തെ കണ്ട് പുള്ളി പേടിച്ചുറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ രൂപം പുള്ളി എടുത്തുകൊണ്ട് ഒരു ചെയറിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. പുള്ളിയുടെ മുന്നിലായിട്ട് ഒരു റോബോട്ടിന്റെ ഭാഗം നിൽക്കുന്നുണ്ട്. അതൊരു അനിമെട്രോണിക്സ് ആണ്. ആ റോബോട്ടിന്റെ ആ ഭാഗം ഇങ്ങനെ ശക്തിയായിട്ട് കറങ്ങുകയാണ്. അതിപ്പോ പുള്ളിയുടെ മുഖത്തിന് നേരെയാണ് വരുന്നത്. ഈ സമയം പുള്ളിയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കൈ ലോക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് സ്ക്രൂ അഴിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അത് ഊരിയെടുക്കുമ്പോഴേക്കും ആ റോബോട്ടിന്റെ ഭാഗം പുള്ളിയുടെ മുഖത്തേക്ക് ഇരുന്നു. പിന്നീട് കേൾക്കുന്നത് പുള്ളിയുടെ ഉച്ചത്തിലുള്ള കരച്ചിലാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? എവിടെയാണ് ഈ സ്ഥലം? അതറിയാൻ നമുക്ക് ആ സ്ഥലത്തേക്ക് തന്നെ പോവാം. ആ പിസ്സ ഷോപ്പിലേക്ക്, ഫ്രെഡിയുടെ പിസ്സ ഷോപ്പിലേക്ക്. ഇനി കുറച്ച് രാത്രികൾ നമ്മൾ അവിടെയാണ്. ആദ്യം നമുക്ക് ഈ പിസ്സ ഷോപ്പ് ഒന്ന് കാണാം. വളരെ വലിയൊരു ഷോപ്പാണിത്. എന്നാൽ ഒരു പിസ്സ ഷോപ്പിനേക്കാൾ ഉപരി കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗെയിമിംഗ് സെന്ററും കൂടെയാണിത്. അതിനുവേണ്ടി ഇഷ്ടം പോലെ സെറ്റപ്പ് അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടുത്തെ ചുമരിൽ കണ്ടില്ലേ കുറെ ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നത്? കുട്ടികൾ വരച്ചു വെച്ച ചിത്രങ്ങളാണിത്. അതിലൊരു ചിത്രം ശ്രദ്ധിച്ചില്ലേ? ഒരു മഞ്ഞ മുയൽ 5 കുട്ടികളെ പിടിച്ചു നിൽക്കുന്നത്. ആ ചിത്രം ഒന്ന് മനസ്സിൽ ഓർത്തു വെച്ചാ കേട്ടോ. ഈ ചിത്രത്തിന് ഈ സിനിമയിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ പിസ്സ ഷോപ്പിന്റെ ഉൾഭാഗത്തൊരു വ്യൂ. ഇനി നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഈ ഷോപ്പിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് നമുക്കൊരാളെ പരിചയപ്പെടാനുണ്ട്. ആദ്യം അവന്റെ അടുത്തേക്ക് പോവാം. ഈ കഥയിലെ നായകൻ. ഇവന്റെ പേര് മൈക്ക് എന്നാണ്. ഒരു മാളിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ടാണ് ഇവൻ ജോലി ചെയ്യുന്നത്. ഇവനൊരു സിസ്റ്റർ ഉണ്ട്, എബി എന്നാണ് അവളുടെ പേര്. ഇന്നത്തെ ദിവസം എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ എബിയെയും വിളിച്ച് എഴുന്നേപ്പിച്ചു. എന്നിട്ട് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ നേരെ അവന്റെ മാളിലേക്കാണ് പോകുന്നത്. എന്നാൽ മാളിലെത്തി പതിവ് പോലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് ഒരു കുട്ടി നിൽക്കുന്ന അവൻ കാണുന്നത്. ഈ സമയം അവൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ആ കുട്ടിയെ പിടിച്ചോണ്ട് പോകുന്നതാണ് കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ അയാളുടെ പുറകെ ഓടാൻ തുടങ്ങി. അങ്ങനെ വേഗം ഓടി ചെന്നിട്ട് അവൻ അയാളെ പിടിച്ച് ഇടിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ അച്ഛനായിരുന്നു അത്. ഇവനൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടാണ് അയാളെ പിടിച്ചത്. എന്നാൽ കൈ കിട്ടിയ സ്ഥിതിക്ക് അവൻ നല്ല പോലെ അയാളെ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ വന്നിട്ട് അവൻ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവൻ അയാളെ കൊന്നു കളഞ്ഞേനെ. അങ്ങനെ ഈ ഒരു സംഭവത്തെ തുടർന്ന് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. മൈക്ക് ഇപ്പം അവന്റെ ഒരു കൗൺസിലറെ കാണാൻ വന്നിരിക്കുകയാണ്. കൗൺസിലർ അവനോട് ആദ്യം ചോദിക്കുന്നത് നീ എന്തിനാണ് അയാളെ തല്ലിയെന്നാണ്. അത് കേൾക്കുമ്പോൾ അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ് എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. അവന്റെ ആ മറുപടി കേൾക്കുമ്പോൾ കൗൺസിലർക്ക് ചിരിയാണ് വരുന്നത്. അബദ്ധമോ? ഇത് എത്രാമത്തെ തവണയാണ് മൈക്ക്? ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് പിരിച്ചുവിട്ടു? അതും ഇതുപോലെ കയ്യേറ്റം ചെയ്തിട്ട് ഇനി നിന്നെ എവിടെയെങ്കിലും ജോലിക്ക് എടുക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെയാണ് കൗൺസിലർ അവനോട് ചോദിക്കുന്നത്. അതെല്ലാം കേട്ട് മൈക്ക് ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഈ സമയം ആ കൗൺസിലർ മറ്റൊരു കാര്യം പറയാൻ തുടങ്ങി. ജോലിയുടെ കാര്യം ഓർത്തിട്ട് നീ ടെൻഷൻ അടിക്കണ്ട. നിനക്ക് പറ്റിയൊരു ജോലി എന്റെ കയ്യിലുണ്ട്. അതൊരു പിസ്സ ഷോപ്പാണ്. പക്ഷെ അതങ്ങനെ റൺ ചെയ്യുന്ന ഷോപ്പല്ല, പൂട്ടിക്കിടക്കുന്ന ഷോപ്പാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ആൾക്കാർ അതിനകത്തേക്ക് അതിക്രമിച്ച് കയറുന്നുണ്ട്. അതൊന്ന് തടയണം. അതുകൊണ്ട് നീ അവിടെ സെക്യൂരിറ്റി ആയിട്ട് പോയിരുന്നാൽ മതി. നല്ല ശമ്പളം ഞാൻ മേടിച്ചു തരാം. പക്ഷെ രാത്രി മാത്രമായിരിക്കും നിന്റെ ഡ്യൂട്ടി എന്നാണ് കൗൺസിലർ പറയുന്നത്. എന്നാൽ മൈക്ക് അതിന് സമ്മതിക്കുന്നില്ല. രാത്രിയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് മൈക്ക് പറയുന്നത്. അതിന്റെ കാരണം അവന്റെ സിസ്റ്ററാണ്. അവൻ രാത്രിയിൽ ജോലിക്ക് പോകുമ്പോൾ അവൾ ഒറ്റയ്ക്കാക്കി പോകേണ്ടി വരും. അതുകൊണ്ടാണ് അവനിപ്പോൾ ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഓക്കെ നീ പെട്ടെന്ന് തീരുമാനം പറയണ്ട. എന്തായാലും നീ എൻ്റെ ഈ കാർഡ് വെച്ചോ. നിന്റെ തീരുമാനം മാറുകയാണെങ്കിൽ ഈ കാർഡിലെ നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി എന്നാണ് ആ കൗൺസിലർ പറയുന്നത്. മൈക്ക് ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ നേരെ അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. സാധാരണ അവൻ ജോലിക്ക് പോകുമ്പോൾ അവന്റെ സിസ്റ്ററിനെ നോക്കാൻ വേണ്ടി അവിടെ ഒരു പെണ്ണിനെ ഇരുത്താറുണ്ട്. ഇവളുടെ പേര് മാക്സ് എന്നാണ്. ഇന്നത്തെ ദിവസവും അവൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം മൈക്ക് നേരെ പോകുന്നത് അവന്റെ അനിയത്തിയുടെ അടുത്തേക്കാണ്. ഈ സമയം അവളിങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ അനിയത്തിയുടെ ഒരു ഹോബിയാണിത്, ഈ ചിത്രം വര. വളരെ നന്നായിട്ട് തന്നെ അവളിങ്ങനെ ചിത്രം വരയ്ക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൻ ഉറങ്ങാൻ കിടന്നു. ഈ കിടക്കുന്നതിന് മുമ്പ് അവനൊരു ഉറക്കഗുളിക കഴിക്കുന്നത് അവൻ്റെ ഒരു പതിവാണ്. അത് മറ്റൊന്നിനുമല്ല, അവനൊരു പർട്ടിക്കുലർ സ്വപ്നത്തിലേക്ക് പോകണം. ആ സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. അതായത് ഇവന്റെ ഈ സിസ്റ്റർ ജനിക്കുന്നതിന് മുമ്പ് ഇവന്റെ അച്ഛനും അമ്മയും കൂടെ ഇവരൊരു പിക്നിക്കിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവനൊരു അനിയനും കൂടെ ഉണ്ട്, ഗ്യാരറ്റ് എന്നാണ് അവന്റെ പേര്. ആ പിക്നിക് ദിവസം ഒരു പ്രത്യേക കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ഗ്യാരറ്റിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു മിന്നായം പോലെ അവൻ അയാളെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ അവൻ അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോഴേക്കും അയാൾ ഗ്യാരറ്റിനെ ഒരു കാറിൽ കയറ്റിയിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടിച്ചുപോയി. പിന്നീട് ഗ്യാരറ്റിനെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല.
എന്നാൽ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ അയാളുടെ ഫേസ് അവൻ ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ പിന്നെയും ആ സ്വപ്നത്തിലേക്ക് പോയിട്ട് ഗ്യാരറ്റിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് കാണാനാണ് അവൻ ഈ ഉറങ്ങാൻ നേരത്തെ ആ ഗുളിക കഴിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ സ്വപ്നത്തിലും അവൻ ആളെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ നേരെ പോകുന്നത് ഒരു ഡോക്ടറുടെ അടുത്തേക്കാണ്. ഡോക്ടർ ഇപ്പോൾ അവൻ അങ്ങോട്ട് വിളിപ്പിച്ചതാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ആന്റി ഉണ്ട്. അവളും ആ ഡോക്ടറുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ മാളിലുണ്ടായ പ്രശ്നം ഉണ്ടല്ലോ, ആ ഒരു പ്രശ്നം കൊണ്ട് എബിയെ അവരുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ ഡോക്ടർ ഇവർക്കിടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇവന്റെ ആന്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു അക്രമ സ്വഭാവമാണ്. ഇവൻ എപ്പോൾ എന്ത് ചെയ്യും എന്ന കാര്യം ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. മാത്രമല്ല ഇവൻ ഇനി ഒരു ജോലിയും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവൻ എബിയെ നോക്കുന്നത്? അതുകൊണ്ട് എബിയെ ഇനി ഞാൻ നോക്കിക്കോളാം എന്നാണ് ആന്റി വാദിക്കുന്നത്. എന്നാൽ ഈ ആന്റി അത്ര നല്ലവളൊന്നുമല്ല. അവളുടെ ലക്ഷ്യം വേറെയാണ്. അതായത് ഈ എബിയെ കൈവശം വെക്കുന്നതിന് ഒരു പേയ്മെന്റ് വരുന്നുണ്ട്. അത് അടിച്ചു മാറ്റാനാണ് ആന്റി ഇപ്പോൾ അവൾ അവരുടെ കൂടെ നിർത്തണം എന്ന് വാശി പിടിക്കുന്നത്. എന്നാൽ ആന്റി എത്രയൊക്കെ വാദിച്ചിട്ടും എബിയെ വിട്ടുതരാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് മൈക്ക് പറയുന്നത്. അങ്ങനെ ആന്റിയൊക്കെ അവിടെ നിന്ന് പോയതിനു ശേഷം ആ ഡോക്ടർ ഇപ്പോൾ മൈക്കിന്റെ അടുത്തൊരു കാര്യം പറയാണ്. നീ എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം. പിന്നെ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കുകയും വേണം. ഈ 2 കാര്യങ്ങളും നീ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തവണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ ഉറപ്പായിട്ടും നീ എബിയെ ആന്റിക്ക് കൈമാറേണ്ടി വരും എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ ഡോക്ടറോടുള്ള ഡിസ്കഷന് ശേഷം അവൻ വീട്ടിൽ തിരിച്ചെത്തി. ഇപ്പൊ എങ്ങനെയെങ്കിലും അവനൊരു ജോലി സമ്പാദിക്കണം. പക്ഷെ ഇവന്റെ ഹിസ്റ്ററി മോശമായതുകൊണ്ട് പെട്ടെന്നൊരു ജോലി കിട്ടാനും പാടാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ ആ കൗൺസിലർ ഉണ്ടല്ലോ, അയാളെ കൊടുത്ത നമ്പറിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ആ പിസ്സ ഷോപ്പിൽ വർക്ക് ചെയ്യാൻ അവൻ റെഡിയാണ് എന്ന കാര്യം അവൻ അയാളെ അറിയിക്കുന്നു. അങ്ങനെ കൗൺസിലർ പറഞ്ഞ പോലെ രാത്രിയാവുമ്പോൾ അവൻ ആ പിസ്സ ഷോപ്പിലെത്തി. ഫ്രെഡീസ് പിസ്സ ഷോപ്പ്, അതാണ് ആ കടയുടെ പേര്. അവൻ പതുക്കെ അവിടുത്തെ ഗേറ്റ് ഒക്കെ തുറന്നിട്ട് അതിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. എങ്ങനെയാണ് അകത്തേക്ക് പോകേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൗൺസിലർ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം തന്നെയാണ് അവനിപ്പോൾ മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ പോയി അവൻ അവിടുത്തെ മെയിൻ സ്വിച്ച് ഓണാക്കി. അതോടുകൂടെ ആ ഷോപ്പിലെ മൊത്തം ലൈറ്റും ഓണായി. ഇപ്പൊ അവൻ അകത്തേക്ക് കയറുമ്പോൾ ആ ഷോപ്പിനകത്ത് പലയിടങ്ങളിലായിട്ടും പലതരത്തിലുള്ള പാവകളെയാണ് കാണുന്നത്. അവൻ അതിലേക്കൊക്കെ ഒന്ന് നോക്കി അവന് ജോലി ചെയ്യേണ്ട റൂമിലെത്തി. ഇവന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോപ്പിലായിട്ട് ഒരു CCTV റൂമുണ്ട്. ആ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ റെസ്റ്റോറന്റിന്റെ പരിസരങ്ങളിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും CCTVയിലൂടെ കാണാൻ പറ്റും. ഇപ്പൊ ആരെങ്കിലും അതിക്രമിച്ച് കയറുന്നുണ്ടെങ്കിലും അവൻ അതിലെ കാണാൻ പറ്റും. അപ്പൊ അവരെയൊക്കെ തടയുക, അതാണ് അവന്റെ ഡ്യൂട്ടി. അങ്ങനെ അവൻ അവിടെ ചെന്നിരുന്നു. കുറെ നേരമായിട്ട് അവൻ ആ CCTVയിലൂടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും അങ്ങോട്ട് വരുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ നേരെ ചെന്നിട്ട് അവിടെയുള്ള ഒരു അലമാറ തുറക്കുകയാണ്. എന്ന് തുറന്നപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചെറിയ പാവയാണ് അവിടെ ഇരിക്കുന്നത്. അതിന്റെ രൂപം കാണുമ്പോൾ തന്നെ ശരിക്കും പേടിയാവും. അതുകൊണ്ട് അവൻ അതിനെ തിരിച്ചു വയ്ക്കുകയാണ്. പിന്നെ അവൻ നോക്കുമ്പോൾ സെക്യൂരിറ്റീസ് ഇടുന്ന ഒരു കോട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ആ കോട്ട് എടുത്തിട്ടു. എന്നിട്ട് ആ ഷോപ്പ് മൊത്തം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവനൊരു ടോർച്ച് എടുത്തിട്ട് ആ ഏരിയ മൊത്തം നടക്കുകയാണ്. അങ്ങനെ അവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ വീഴുന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു വലിയ കർട്ടൻ കൊണ്ടെന്തോ മൂടിയിട്ടിട്ടുണ്ട്. അവൻ നൈസായിട്ട് അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ കർട്ടൻ ഒന്ന് മാറ്റി നോക്കി. അവിടെ ഭീമാകാരമായിട്ടുള്ള കുറെ പാവകളാണ്. എല്ലാം റോബോട്ടാണ്. പക്ഷെ അവൻ നോക്കുമ്പോൾ അതിനനക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ കർട്ടൻ മാറ്റി. അങ്ങനെ അവിടുത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് അവന്റെ CCTV റൂമിലേക്ക് തന്നെ എത്തി. അതിനുശേഷം അവൻ അവന്റെ ഗുളിക കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ്. അങ്ങനെ ഉറങ്ങിപ്പോയ ഉടനെ തന്നെ അവൻ അവന്റെ സ്വപ്നത്തിലേക്ക് എത്തി. എന്നാൽ സ്വപ്നത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഗ്യാരറ്റിനെ അയാളെ പിടിച്ചോണ്ട് പോകുന്നതാണ് കാണുന്നത്. അയാളുടെ മുഖം അവന് ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ചില കാര്യങ്ങൾ കൂടെ അവൻ ഇന്നത്തെ സ്വപ്നത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ 5 കുട്ടികൾ അവന്റെ പുറകിൽ നിൽക്കുകയാണ്. ആ കുട്ടികളുടെ ലീഡർ അവന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഈ സമയം ആ കുട്ടികളെ കാണുമ്പോൾ അവൻ ചോദിക്കുന്നത് എന്റെ അനിയനെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങൾ കണ്ടോന്നാണ്. എന്നാൽ അവനത് ചോദിച്ച ഉടനെ തന്നെ ആ കുട്ടികൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ മൈക്ക് അവരെ വിടുന്നില്ല. അവനും ആ കുട്ടികളുടെ ലീഡറിന്റെ പുറകെ ഓടുകയാണ്. എന്നാൽ കുറെ ദൂരം ഓടിക്കഴിയുമ്പോൾ ഒരു കല്ലിൽ തട്ടി അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. സ്വപ്നത്തിൽ താഴേക്ക് വീണപ്പോൾ തന്നെ റിയൽ ലൈഫിലും അവൻ താഴേക്ക് വീണു. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നേരം വെളുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഷോപ്പ് അടച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. പതിവ് പോലെ തന്നെ മാക്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ വീട്ടിലേക്ക് വരുമ്പോൾ മാക്സ് ആണെങ്കിൽ പോവുകയും ചെയ്തു. എന്നാൽ മാക്സ് നേരെ പോകുന്നത് ഈ മൈക്കിന്റെ ആന്റിയുടെ അടുത്തേക്കാണ്. മാക്സിന്റെ ബ്രദറും അവളുടെ കൂടെയുണ്ട്. ഈ മാക്സ് എന്ന് പറയുന്നത് ഈ മൈക്കിന്റെ ആന്റി ഏർപ്പാടാക്കിയതാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് എബിയെ നോക്കുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് അതിനെ കേസ് കൊടുക്കാൻ പറ്റും. പക്ഷെ മാക്സിന് അങ്ങനെ ഒരു തെറ്റും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അവരാകെ ഒരു ദുശീലമുള്ളത് കുറെ നേരം ഉറക്കമാണ്. ഇതല്ലാതെ മാക്സ് നോക്കിയിട്ട് അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് അവനെ പെടുത്തുക എന്നതാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സമയത്താണ് മാക്സിന്റെ ബ്രദറായ ജെഫ് ഒരു കാര്യം പറയുന്നത്. എന്തായാലും അവനിപ്പോൾ പുതിയൊരു ജോലിക്ക് കയറിയല്ലോ, നൈറ്റ് ഡ്യൂട്ടിയാണ് അവന്. ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് ആൾക്കാരെയും കൂട്ടി ചെന്നിട്ട് ആ ഷോപ്പ് അങ്ങോട്ട് തല്ലി തകർക്കാം. അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നം മൊത്തം അവന്റെ തലയിലിരിക്കും. ജഡ്ജ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവനെ ശിക്ഷിക്കുകയും ചെയ്യും. ആ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എബിയെ സ്വന്തമാക്കാനും പറ്റും. പക്ഷെ ഞാൻ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു $2000 എനിക്ക് തരണം എന്നാണ് ജെഫ് പറയുന്നത്. കുട്ടിയെ കിട്ടുന്ന കാര്യമായതുകൊണ്ട് തന്നെ ആന്റി ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു.
അങ്ങനെ വൈകുന്നേരമായി. മൈക്കിന്റെ ഡ്യൂട്ടിക്ക് ഉള്ള സമയമായിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസം എബി ആണെങ്കിൽ വല്ലാത്ത വാശി. അവക്കും മൈക്കിന്റെ കൂടെ ഷോപ്പിലേക്ക് വരണം. എന്നാൽ അവൾ എന്തൊക്കെ വാശി പിടിച്ചിട്ടും മൈക്ക് അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവന് പോകാൻ സമയമാകുമ്പോഴേക്കും മാക്സ് അങ്ങോട്ടെത്തി. അങ്ങനെ വീണ്ടും അവളെ മാക്സിനെ ഏൽപ്പിച്ചിട്ട് മൈക്ക് ജോലിക്ക് പോവാണ്. അങ്ങനെ രാത്രിയായി. മൈക്ക് ഇപ്പം ആ CCTV റൂമിലിരിക്കുകയാണ്. ഈ സമയം അവിടുത്തെ ക്യാമറകളിൽ ഇങ്ങനെ എന്തൊക്കെയോ നിഴലുകളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അവൻ അതൊന്നും കാണുന്നില്ല. അവൻ ചെവിയിൽ പാട്ടും വെച്ചിട്ട് അവന്റെ ആ സ്വപ്നത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസവും അവൻ ആ സ്വപ്നത്തിൽ ആ കുട്ടികളെ കാണുന്നുണ്ട്. എന്നാൽ അവൻ ആ കുട്ടികളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവരെല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോവാണ്. എന്നാൽ മൈക്ക് വിടുന്നില്ല. അവൻ ഉടനെ തന്നെ ഒരു കുട്ടിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ കൂടി ആ കുട്ടിയെ അവൻ പിടിക്കുമ്പോഴാണ് ആ കുട്ടി ഒരു കൊളുത്ത് വെച്ചിട്ട് അവന്റെ കയ്യിലൊരു വെട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിൽ അവന്റെ കയ്യിൽ മുറിവേറ്റുകയും ചെയ്തു. ആ ഒരു വെട്ട് കിട്ടിയതുകൊണ്ട് അവൻ പെട്ടെന്ന് അവന്റെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ഈ സമയം ആ ഷോപ്പിൽ നിന്നും വലിയ ഒച്ചത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. മാത്രമല്ല വല്ലാത്തൊരു ശബ്ദവും. അവനത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം എഴുന്നേറ്റ് ചെന്നിട്ട് അവനവിടുത്തെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നു. അതിനുശേഷം അപ്പം തന്നെ അത് ഓണാക്കുകയും ചെയ്തു. അതോടുകൂടെ അവിടെയുള്ള ശബ്ദങ്ങളൊക്കെ നിലച്ചു. ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. പുറത്ത് ആരോ വന്നിട്ടുണ്ട്. അവൻ ആ ക്യാമറയിൽ നോക്കുമ്പോൾ അതൊരു പോലീസ് വണ്ടിയാണ്. ഒരു ലേഡി പോലീസ് ഓഫീസറാണ് അവിടെ നിൽക്കുന്നത്. അവളിപ്പോൾ വാതിലിന് മുട്ടാണ്. അവൻ വേഗം തന്നെ ചെന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്നു. ഈ ഓഫീസറിന്റെ പേര് വെനേസ എന്നാണ്. അവൾ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അവളത് പറയുമ്പോഴാണ് അവനും അത് ശ്രദ്ധിക്കുന്നത്. അതായത് അവനെ സ്വപ്നത്തിൽ വെട്ട് കിട്ടിയ അതേ ഭാഗത്തു നിന്നാണ് ഇപ്പൊ ആ ബ്ലഡ് വരുന്നത്. അത് കാണുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് വരുന്നുണ്ടല്ലോ, ഇവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്, ഞാൻ തന്നെ മരുന്ന് വെച്ച് തരാം എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി. അതിനുശേഷം അവൾ അവന്റെ കയ്യിൽ ആ മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഈ വെനേസയ്ക്കും ഈ കടയെപ്പറ്റി നല്ല ധാരണയുണ്ട്. കാരണം ചെറുപ്പം മുതൽക്ക് തന്നെ അവൾ ആ കടയിൽ വരുന്നതാണ്. അവന്റെ സംസാരത്തിൽ ആ കടയിലെ മുഴുവൻ കാര്യങ്ങളും അവൻ കണ്ടിട്ടില്ല എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ കടയിലുള്ള കാര്യങ്ങളൊക്കെ അവൾ അവന് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് അവൾ ആ കർട്ടൻ മാറ്റി അവിടെയുള്ള പാവകളെ മൊത്തം അവന് കാണിച്ചു കൊടുക്കുന്നു. ഈ സമയം അവൾ കർട്ടൻ മാറ്റുമ്പോൾ ആ പാവകളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. മാത്രമല്ല അതിലൊരു പാവ പാട്ട് പാടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഈ പാട്ടും കൂത്തൊക്കെ കഴിയുമ്പോൾ അതിൽ ഗിറ്റാർ വായിക്കുന്നൊരു പാവയുണ്ട്. അതിലെന്തോ ഒരു ലൂസ് കണക്ഷൻ ഉണ്ടായിട്ട് പെട്ടെന്ന് ആ പാട്ടൊക്കെ സ്റ്റോപ്പായി പോകുന്നു. അത് കാണുമ്പോൾ നമുക്കിനി അടുത്ത തവണ നോക്കാമെന്നും പറഞ്ഞിട്ട് അവൾ ആ കർട്ടൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം ആ കടയുടെ ഒരു ഹിസ്റ്ററി അവന് പറഞ്ഞു കൊടുക്കുകയാണ്. 1980 അത് ഓപ്പൺ ആയത്. അന്നൊക്കെ നല്ല കച്ചവടമുള്ളൊരു കടയായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ കടയിൽ നിന്ന് 5 കുട്ടികൾ മിസ്സായി. അവരെ പിന്നീട് ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിനെ തുടർന്നാണ് ആ കട ക്ലോസ് ആയത് എന്നിങ്ങനെയുള്ള ഒരു കഥയാണ് അവളിപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നത്. മാത്രമല്ല ആ സംസാരത്തിനിടയ്ക്ക് അവൾ ആ കടയുടെ ഒരു ബാഡ്ജും കൂടെ അവന്റെ കോട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൻ കട പൂട്ടി പുറത്തിറങ്ങാൻ നേരത്ത് അവൾ വീണ്ടും അവന്റെ അടുത്തേക്ക് എത്തി. അതിനുശേഷം അവന്റെ അടുത്തൊരു കാര്യം പറയാണ്. നീ ഈ കടയിലെ ജോലിക്കാരനൊക്കെ തന്നെയായിരിക്കും, പക്ഷെ ഒരു കാരണവശാലും നീ അധികം ഈ കടയെ സ്നേഹിക്കാൻ നിൽക്കണ്ട. നീ വരിക, നിന്റെ ജോലി ചെയ്യുക, പോവുക, ഇതല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അവളാ പറയുന്നത് കേൾക്കുമ്പോൾ അവനെന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. ഇതേ സമയം തന്നെ അവൻ കടയിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങ് ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മാക്സിന്റെ സഹോദരനായ ജെഫ്. അങ്ങനെ മൈക്ക് അവിടെ നിന്ന് പോയ ഉടനെ തന്നെ അവനും അവന്റെ 2 ഫ്രണ്ട്സും കൂടെ ആ പിസ്സ ഷോപ്പിന്റെ അകത്ത് കയറാണ്. അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഷോപ്പ് മൊത്തം തല്ലി തകർക്കാനാണ്. ചെന്ന ഉടനെ തന്നെ അവർ ആ പണി തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന മൊത്തം സാധനങ്ങളും ഇടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തനിപ്പോ കിച്ചണിൽ നിന്നിട്ടാണ് അവിടുത്തെ സാധനങ്ങളൊക്കെ തല്ലിപ്പൊളിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് അവിടുത്തെ ഫ്രിഡ്ജിനകത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൻ ചെന്നത് തുറന്നു നോക്കുമ്പോൾ ഒരു കപ്പ് കേക്കിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു പാവയാണ് അവൻ കാണുന്നത്. ഈ പാവയെ വിളിക്കുന്നത് കപ്പ് കേക്ക് എന്നാണ്. പെട്ടെന്ന് അത് കണ്ണു തുറന്നു. അത് കണ്ട് അവനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്നാൽ ഈ സമയം ഒരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ പാവ അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ കയ്യിലാണ് ഇപ്പൊ ആ കപ്പ് കേക്ക് ഇരിക്കുന്നത്. പെട്ടെന്നാണ് ആ കപ്പ് കേക്ക് അവന്റെ നേർക്ക് ചാടി വീഴുന്നത്. പിന്നീട് അവന്റെ നിലവിളിയാണ് കേൾക്കുന്നത്. ആ നിലവിളി ശബ്ദം അവരുടെ കൂട്ടത്തിലുള്ള ഹാങ്ക് എന്ന് പറഞ്ഞൊരുത്തൻ കേൾക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ആ കിച്ചന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. ആ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ കപ്പ് കേക്ക് ഇപ്പം അവന്റെ മുഖം ഇങ്ങനെ കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അയാളും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയം ജെഫ് ആണെങ്കിൽ അവിടുത്തെ CCTV റൂമിലാണ് നിൽക്കുന്നത്. ഹാങ്ക് അവിടെ നിന്ന് പേടിച്ചു ഓടുന്നത് അവനും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടി ജെഫ് അയാളുടെ പുറകെ ചെന്നു. ഈ സമയം ഹാങ്ക് ആണെങ്കിൽ പേടിച്ചോടിയ റൂമിന്റെ അകത്തേക്കാണ് കയറിയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ഹാങ്കിന് ആ റൂം തുറക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പാവം നിൽക്കുന്നുണ്ട്. അതങ്ങോട്ട് വന്നിട്ട് അയാളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അയാളാണെങ്കിൽ ഇങ്ങനെ ഉറക്കെ നിലവിളിക്കുകയാണ്. ഈ സമയം ആ നിലവിളി ശബ്ദം കേട്ട് ജെഫും അങ്ങോട്ട് എത്തി. അവൻ നോക്കുമ്പോൾ ഒരു നിഴലാണ് കാണുന്നത്. ആ പാവ ഹാങ്കിനെ കൊല്ലുന്നത്. അങ്ങനെ അയാളുടെ പണി തീർത്തിട്ട് ആ പാവ വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അതിന്റെ ആ രൂപം കണ്ട് ജെഫ് ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. പിന്നെ ഒരു സെക്കൻഡ് പോലും അവൻ അവിടെ നിന്നില്ല. അവൻ തിരിഞ്ഞു ഓടാൻ തുടങ്ങി. അങ്ങനെ അവൻ നേരെ ഓടി ആ CCTV റൂമിലേക്ക് തന്നെയാണ് വരുന്നത്. എന്നാൽ ഈ സമയത്താണ് അവൻ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവിടെ 2 പാവകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിലൊരു പാവ ആ കപ്പ് കേക്കിനെ എടുത്തിട്ട് അവിടുത്തെ ഡെക്റ്റിന്റെ അകത്തേക്ക് വെക്കുകയാണ്. ആ ഡെക്റ്റ് നേരെ കറങ്ങി തിരിഞ്ഞു വരുന്നത് ഇപ്പൊ അവൻ നിൽക്കുന്ന റൂമിലേക്കാണ്. അത് മനസ്സിലായ ഉടനെ തന്നെ അവൻ ആ ഡെക്റ്റിന്റെ വാതിൽ അടച്ചു പിടിക്കാൻ തുടങ്ങി.
ഈ സമയം ആ കപ്പ് കേക്ക് ആണെങ്കിൽ അവിടെ വന്ന് ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതിങ്ങനെ തടുത്തു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ കുറെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു പാവം അങ്ങോട്ട് വരുന്നത്. ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഓടി വന്നിട്ട് അത് ആ ജെഫിനെ പിടിക്കുകയാണ്. പിന്നീട് കേൾക്കുന്നത് അവന്റെ നിലവിളി മാത്രമാണ്. ഇതേ സമയം തന്നെ ജെഫിനെ അന്വേഷിച്ചിട്ട് നമ്മുടെ മാക്സും ആ ഷോപ്പിലേക്ക് എത്തി. പക്ഷെ അവൾ അവിടേക്ക് സെർച്ച് ചെയ്യുമ്പോൾ ആരെയും കാണുന്നില്ല. എന്നാൽ ഈ സമയത്താണ് ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നത്. അവളെ ഒന്ന് നോക്കിയതിന് ശേഷം എന്റെ പുറകെ വാന്നും പറഞ്ഞിട്ട് ആ പയ്യൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അത് കണ്ട ഉടനെ അവളും ആ പയ്യന്റെ പുറകെ ചെന്നു. അങ്ങനെ അവൾ നേരെ എത്തിച്ചേരുന്നത് ഒരു പാവയുടെ മുമ്പിലാണ്. അതിങ്ങനെ അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. അതിന്റെ ആ രൂപമൊക്കെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. എങ്കിലും അതിനെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ പതുക്കെ അതിന്റെ തൊട്ടടുത്തെത്തി. എന്നിട്ടിപ്പം അവൾ അതിന്റെ വായ്ക്കകത്തേക്കാണ് നോക്കുന്നത്. പെട്ടെന്നാണ് ആ പയ്യന്റെ കൈ അങ്ങോട്ട് വന്നിട്ട് അവളെ പിടിച്ച് വലിക്കുന്നത്. അതോടുകൂടെ അവൾ 2 കഷ്ണമായിട്ട് മുറിഞ്ഞ് താഴേക്ക് വീഴാണ്. അങ്ങനെ ആ ഷോപ്പ് നശിപ്പിക്കാൻ വന്നവരെ മൊത്തം ആ പാവകളെ കൊന്നു കളഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരമായി. മാക്സിനെ ഫോണിൽ വിളിച്ച് കിട്ടാത്തോണ്ട് മൈക്ക് ഇപ്പം അവന്റെ പെങ്ങളെയും കൊണ്ടാണ് ആ കടയിലേക്ക് പോയിരിക്കുന്നത്. കടയിലെത്തിയതിനു ശേഷം അവൾ അവിടെ ഒരു സ്ഥലത്ത് കിടത്തിയിട്ട് അവൻ അവന്റെ സീറ്റിൽ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് അവനും അവന്റെ സ്വപ്നത്തിലേക്ക് കടന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. എബിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഷോപ്പ് മൊത്തം കറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അവൾ ആ കർട്ടന്റെ അടുത്തെത്തി. ഈ സമയത്താണ് അതിലൊരു പാവയുടെ കണ്ണിൽ ലൈറ്റ് എത്തുന്നത്. അതിന്റെ ആ രൂപം കണ്ട് അവളാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ മൈക്കാണെങ്കിൽ അവന്റെ സ്വപ്നത്തിലാണ്. ഇന്നും അവൻ ആ കുട്ടിയെ കാണുന്നുണ്ട്. ആ കുട്ടിയുടെ അടുത്ത് അവൻ പതിവ് ചോദ്യം തന്നെ ചോദിക്കുന്നു, ആരാണ് ഗ്യാരറ്റിനെ തട്ടിക്കൊണ്ടുപോയതെന്ന്. എന്നാൽ ഇത്തവണ കുട്ടി ഓടിപ്പോകുന്നില്ല. അവൻ സംസാരിക്കാൻ തുടങ്ങി. ഞാനത് ആരാണെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നീ എനിക്ക് വേണ്ടതും ചെയ്തു തരോ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. മൈക്കാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അവൻ ആ ചോദ്യം ചോദിച്ച് 1 സെക്കൻഡ് കഴിയുമ്പോൾ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഈ സമയം മൈക്ക് നോക്കുമ്പോൾ ആ പയ്യൻ അവിടെ ഒരു മുയലിന്റെ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇതോടുകൂടെ അവൻ ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ പെങ്ങളെ കാണുന്നില്ല. വളരെ ടെൻഷനോടെ അവൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം അവൻ നോക്കുമ്പോൾ ആ പാവകൾ മൊത്തം എബിയെ വളഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട ഉടനെ അവൻ ഒരു ചെയർ എടുത്തിട്ട് ആ പാവകളെ അടിക്കാൻ പോവാണ്. എന്നാൽ ഈ സമയം ഒരു പാവയാണെങ്കിൽ ദേഷ്യത്തോടെ നേരെ അവന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ പാവകൾ ആ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല. ആ കുട്ടിയുമായിട്ട് കളിക്കുകയായിരുന്നു ആ പാവകൾ. ഈ സമയം ആ ഒരു കാര്യമാണ് അവന്റെ സിസ്റ്റർ അവന്റെ അടുത്ത് പറയുന്നത്. മാത്രമല്ല അവൾ ആ പാവകളെയൊക്കെ അവന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഈ കരടിയെ പോലെ ഇരിക്കുന്ന പാവയുടെ പേര് ഫ്രെഡി എന്നാണ്. ഈ നീല കളർ പാവയുടെ പേര് ബോണി എന്നും, ഈ കുറുക്കനെ പോലെ ഇരിക്കുന്ന പാവയുടെ പേര് ഫോക്സി എന്നും, കോഴിയെ പോലെ ഇരിക്കുന്ന പാവയുടെ പേര് ചിക്ക എന്നുമാണ്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കലൊക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് പോകാനുള്ള സമയമായി. ഇപ്പൊ കുറച്ച് സമയമായിട്ട് ആ പാവകള് അവളുടെ കൂടെ കളിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല രീതിയിൽ സന്തോഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഒരു ഹാർട്ടിന്റെ ചിത്രം വരച്ചിട്ട് ഫ്രെഡിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ടാണ് അവൾ മൈക്കിന്റെ കൂടെ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവർ വീട്ടിലെത്തി. മൈക്ക് ഉടനെ തന്നെ എബിയെ ഉറങ്ങാൻ വേണ്ടി അവിടെ കിടത്തി. അതിനുശേഷം അവൻ അവളുടെ ടേബിളിന്റെ അടുത്ത് നിന്നിരിക്കുകയാണ്. ഈ സമയത്താണ് അവൾ അവിടെ വരച്ചു വെച്ചിരിക്കുന്ന കുറെ ചിത്രങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നത്. അതിലൊരു ചിത്രം അവനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ആ ചിത്രത്തെക്കുറിച്ച് അവൻ അവളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. ആ ചിത്രത്തിലുണ്ടായിരുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ ഒരു കുട്ടി ഇരിക്കുന്നതാണ്. അതായത് ഗ്യാരറ്റിനെ തട്ടിക്കൊണ്ടുപോയില്ലായിരുന്നു. അതേ ഒരു സീനാണ് അവൾ അതിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് നീ എന്തിനാണ് വരച്ചത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഇത് ഗ്യാരറ്റിനെ ഒരാൾ തട്ടിക്കൊണ്ടുപോകുന്ന ചിത്രമാണ് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അതേക്കുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. അതിന് ഗ്യാരറ്റിന്റെ കാര്യമൊക്കെ എങ്ങനെ നിനക്കറിയാം? ആ സമയത്ത് നീ ജനിച്ചിട്ടില്ലായിരുന്നല്ലോ എന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. ഇതെന്നോട് പറഞ്ഞത് ആ പാവകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യനാണ് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. ഓ മനസ്സിലായി, ആ ചെമ്പമുടിയുള്ള പയ്യനല്ലേ, എനിക്കറിയാം അവനെ. അവൻ വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവൻ വീണ്ടും ചോദിക്കുന്നു. ഗ്യാരറ്റിനെ കുറിച്ചിട്ട് അവനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു മഞ്ഞ മുയലിനെ കുറിച്ച് എന്നോട് പറഞ്ഞായിരുന്നു എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി ഗ്യാരറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ പറ്റുമോ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് എന്നാണ് അവൻ പറയുന്നത്. അവളാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ രാത്രിയായപ്പം അവർ ഷോപ്പിലെത്തി. എന്നാൽ അവരങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ വെനേസ ആ ഷോപ്പിനകത്ത് നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും ഈ വെനേസയ്ക്കും ഈ പാവകൾക്ക് ജീവനുണ്ട് എന്ന കാര്യം നേരത്തെ അറിയാം എന്ന് മൈക്കിന് മനസ്സിലായി. അങ്ങനെ പിന്നീട് കുറച്ച് സമയത്തേക്ക് ആ പാവകളും അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കളിക്കുന്നത്. ഡാൻസും പാട്ടും കൂത്തും അങ്ങനെ എല്ലാം ചെയ്തു അവർ. മാത്രമല്ല കുറെ നേരം ആ പാവകൾ അവർ ഒരുമിച്ചാണ് കിടന്നത്. അതിനിടയിലാണ് ഞാനൊരു സാധനം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വെനേസ അവിടെയുള്ള ഒരു സ്റ്റോർ റൂമിലേക്ക് പോകുന്നത്. അത് കണ്ട ഉടനെ മൈക്കോ അവളുടെ പുറകെ ചെന്നു. അവിടുന്ന് അവർ ആ സാധനം എടുക്കുമ്പോഴാണ് അവിടെ കേടായി കിടക്കുന്നൊരു പാവയാവൻ കാണുന്നത്. മൈക്ക് അതിനെ തൊടാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് പോവാണ്. അത് കാണുമ്പോൾ അരുത് മൈക്ക്, അത് ഡേഞ്ചറസ് ആണ്. ഈ പാവയുടെ മെക്കാനിസം ഉണ്ടല്ലോ, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു ചൂല് വെച്ചിട്ട് അതിലൊന്ന് തൊട്ട് കാണിച്ചു കൊടുക്കുന്നു. അവൾ ആ ചൂല് വെച്ച് അതിൽ തൊടേണ്ട താമസം ആ പാവയുടെ ശരീരത്തിൽ നിന്നൊരു സാധനം അടഞ്ഞിട്ട് ആ ചൂല് 2 കഷ്ണമായി പോയി. ഇപ്പൊ അവൻ അവിടെ കൈ വെച്ചിരുന്നെങ്കിൽ അവന്റെ കൈയും മുറിഞ്ഞു പോയേനെ.
ഇതിൽ നിന്നൊക്കെ ആ കടയെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും അവർക്ക് അറിയാം എന്ന കാര്യം മൈക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കൂടുതൽ അവൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. എന്നാൽ വെനേസ ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. നീ പറഞ്ഞിടത്തോളം മതി, ഇതിനെക്കുറിച്ച് കൂടുതൽ നീ അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവർ ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെനേസ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇത്രയും നേരമായിട്ട് എബി ആ പാവകളുടെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അവള് ഗിറ്റാർ വായിക്കുന്ന ആ പാവയുടെ അടുത്തേക്കാണ് ചെന്നിരിക്കുന്നത്. ആ ഗിറ്റാർ തൊടാനാണ് അവൾ ശ്രമിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് വെനേസ അവളുടെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ അപ്പോഴേക്കും അതിൽ ടച്ച് ചെയ്തിട്ട് എബി പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. എന്നാൽ അവൾക്ക് വലിയ അപകടമൊന്നും പറ്റിയിട്ടില്ല. ഇതെല്ലാം കാണുമ്പോൾ വെനേസ മൈക്കിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു മിനിറ്റ് പോലും നീ ഇവിടെ നിൽക്കരുത്, വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. മാത്രമല്ല പോകാൻ നേരത്തെ അവൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനി നീ ഇവിടെ വരുമോ വരാതിരിക്കോ അതൊക്കെ നിന്റെ ഇഷ്ടം. ഒരു കാരണവശാലും എബിയെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കരുത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് വെനേസ അവിടെ നിന്ന് പോകുന്നത്. അതൊക്കെ കേട്ട് ഇവളെന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് മൈക്ക്. അങ്ങനെ അടുത്ത ദിവസം രാത്രി അവന് ജോലിക്ക് പോകാൻ സമയമായി. എന്നാൽ ഇന്ന് എബിയെ കൊണ്ടുപോകുന്നില്ല എന്ന കാര്യം അവൻ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൻ അവന്റെ ആന്റി അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ആന്റിയുടെ കൂടെ നിൽക്കാനാണ് അവൻ എബിയുടെ അടുത്ത് പറയുന്നത്. എന്നാൽ ഈ എബിക്ക് ഈ ആന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. ഇപ്പൊ അവൻ തന്നെ അവളെ ആന്റിയുടെ അടുത്താക്കുമ്പോൾ അവൾക്ക് അവനോടും ദേഷ്യം തോന്നി. അതുകൊണ്ട് തന്നെ അവൾ ആ റൂമിന്റെ അകത്തേക്ക് ഓടിപ്പോവാണ്. അങ്ങനെ അവൾ പോയി കഴിയുമ്പോൾ എബിയെ ആന്റിയെ ഏൽപ്പിച്ചിട്ട് അവൻ നേരെ ഷോപ്പിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഷോപ്പിലെത്തിയിട്ട് അവൻ അവന്റെ സ്വപ്നത്തിലേക്ക് കിടക്കാണ്. എന്നാൽ ഇത്തവണ അവന്റെ സ്വപ്നത്തില് അവന്റെ അനിയനും അവന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. മാത്രമല്ല ആ കുട്ടികളും അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസം ആ കുട്ടികളുടെ ലീഡർ നല്ല ദേഷ്യത്തിലാണ്. ഇപ്പൊ നിനക്ക് വേണ്ടത് കിട്ടിയില്ലേ, നിന്റെ ഫാമിലി ഉണ്ട്, നിന്റെ അനിയനും ഇവിടെ ഉണ്ട്, ഇനി ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സിസ്റ്ററെയാണ് എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ മൈക്ക് അതിന് സമ്മതിക്കുന്നില്ല. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ നിമിഷം അവരെല്ലാവരും അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അതൊക്കെ കണ്ട് അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ കുട്ടികൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ കുട്ടികൾ വളരെ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഓരോ ആയുധങ്ങൾ വെച്ചിട്ട് അവനെങ്ങനെ അറ്റാക്ക് ചെയ്യാണ്. അതോടുകൂടെ അവൻ ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്തു. എന്നാൽ അവൻ നോക്കുമ്പോൾ അവനെ ഇപ്പം നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ചെയറിൽ കിടത്തിയിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ മുന്നിലായിട്ട് ആ പാവയുണ്ട്. ഇപ്പൊ ആ കറങ്ങുന്ന സാധനം അവന്റെ മുഖത്തിന്റെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് അവനെ കൊല്ലുമ്പോഴേക്കും അവൻ ആ സ്ക്രൂ ഊരി മാറ്റിയിട്ട് ആ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് അവൻ മറ്റൊരു കാര്യം കാണുന്നത്. ആ പാവുകൾ കൊന്നു കളഞ്ഞ എല്ലാവരും ആ സ്റ്റോർ റൂമിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് പേടിച്ച് അവനാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. എന്നാൽ അവന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അവിടുത്തെ ഡോർ ലോക്കായി. ഇതേ സമയം തന്നെ ആന്റി ആണെങ്കിൽ വീട്ടിലിരുന്നൊരു TV കാണാണ്. എന്നാൽ അവരറിയാതെ അവളുടെ പുറകിലായിട്ട് ആ ഫ്രെഡി എന്ന് പറയുന്ന പാവ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഫ്രെഡിയെ കണ്ട് അബി അവളുടെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഫ്രെഡി മാത്രമല്ല ആ പയ്യനും അവിടെ ഉണ്ടായിരുന്നു. അവൻ എബിയെ കാണുമ്പോൾ പറയുന്നത്, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് കളിക്കണ്ടേ, വാ നമുക്ക് ഷോപ്പിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ അതിലെ നടക്കുമ്പോഴാണ് ആന്റി അവിടെ വീണ് കിടക്കുന്ന കാണുന്നത്. ആ പാവ ആന്റിയെ കൊന്നു കളഞ്ഞു. എബി ആന്റിയെ നോക്കുന്ന കാണുമ്പോൾ, നീ ആന്റിയെ വിട്ടേക്ക്, അവര് നല്ല ഉറക്കത്തിലാണ്, നമുക്ക് പോവാം എന്നാണ് ആ പയ്യൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ പക്ഷെ എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവും അതാണ് അവള് ചോദിക്കുന്നത്. അതിനുള്ള മറുപടി ഒരു ടാക്സി ആയിരുന്നു. ഒരു ടാക്സിക്കാർ അവരുടെ വീടിന്റെ വെളിയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ടാക്സിക്കാരൻ ഈ പാവകളുടെ കാര്യമൊന്നും അറിയത്തില്ല. ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരോ അയാളെ വിളിച്ചതാണ്. അതിനെ തുടർന്നാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ എബിയും ആ വലിയ പാവയും ആ കാറിന്റെ അകത്തേക്ക് കയറി. ഇതേ സമയം തന്നെ മൈക്കിനെ വെനേസ അവളുടെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവൾ അവന്റെ മുറിവൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തു. ഈ സമയം വളരെ വെപ്രാളത്തോടെ അവൻ അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഇനിയെങ്കിലും ആ പാവകളെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് എന്നോട് പറ, എനിക്കുണ്ടായത് എന്തൊക്കെയാണെന്ന് നിനക്കറിയോ എന്ന് പറഞ്ഞിട്ട് അവന്റെ സ്വപ്നത്തിലുണ്ടായ മുഴുവൻ കാര്യങ്ങളും അവൻ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അതെല്ലാം കേൾക്കുമ്പോൾ, ഓ അപ്പൊ അതാണല്ലേ കാര്യം, അപ്പൊ ആ കുട്ടികൾ ആഗ്രഹിക്കുന്നത് എബിയും അവരെ പോലെ ആവാനാണ്, അപ്പൊ ഉറപ്പായിട്ടും അവർ എബിയെ കൊല്ലും, നമുക്കത് തടഞ്ഞേ പറ്റൂ എന്നാണ് വെനേസ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ പാവയാണെങ്കിൽ എബിയെയും കൊണ്ട് ആ ഷോപ്പിലെത്തി. ഈ സമയം വെനേസയാണെങ്കിൽ ആ പാവകളുടെ ഹിസ്റ്ററിയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നിന്ന് കാണാതായ കുട്ടികളുടെ ആത്മാവാണ് ആ പാവകളെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് മൈക്ക് സ്വപ്നത്തിൽ കാണുന്ന ആ കുട്ടികൾ. എന്നാൽ ആ കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നത് വേറൊരാളാണ്. അത് മറ്റാരുമല്ല, ഈ വെനേസയുടെ അച്ഛനായ വില്യമാണ്. അതായത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കൗൺസിലറെ കണ്ടായിരുന്നല്ലോ, അയാളാണല്ലോ മൈക്കിനെ ഇങ്ങോട്ട് ജോലിക്ക് വിട്ടത്. അയാളാണ് ഈ വില്യം. അയാൾ ഈ കുട്ടികളെ കൊന്നിട്ട് അവരുടെ ബോഡിയൊക്കെ ആ പാവകളിൽ വെച്ചു. അതുകൊണ്ടാണ് പോലീസുകാർ സെർച്ച് ചെയ്തിട്ട് ബോഡിയൊന്നും കിട്ടാതിരുന്നത്. മാത്രമല്ല എന്തോ ഒരു ശക്തി കൊണ്ട് ആ കുട്ടികളുടെ ആത്മാവിനെ അയാളിപ്പോൾ കൺട്രോൾ ചെയ്യാണ്. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു സൈക്കോ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവളിപ്പോൾ മൈക്കിൻ്റെ അടുത്ത് പറയുന്നത്. മാത്രമല്ല ആ പാവകളെ എങ്ങനെ വീഴ്ത്താം എന്ന കാര്യം കൂടെ അവൾ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഷോക്ക് അടുപ്പിച്ചിട്ട് അവറ്റകളുടെ സർക്യൂട്ട് നശിപ്പിക്കുക, അങ്ങനെ മാത്രമേ അവറ്റകളെ വീഴ്ത്താൻ പറ്റൂ എന്നാണ് അവൾ പറയുന്നത്. അതിനെ തുടർന്ന് ഷോക്ക് അടുപ്പിക്കുന്ന സാധനം എടുത്തിട്ട് അവൻ വേഗം തന്നെ ഷോപ്പിലേക്ക് പോവാണ്. എന്നിട്ട് ആ പാവകൾ അറിയാതെ ഒരു ഡക്റ്റ് വഴിയാണ് അവൻ ആ ഷോപ്പിന്റെ അകത്തേക്ക് കയറുന്നത്.
അങ്ങനെ അവൻ ആ ഹാളിലേക്ക് ചെല്ലുമ്പോൾ 2 പാവകൾ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേജിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിന് നേരെ ഷോക്ക് അടിപ്പിക്കുകയാണ്. അതോടുകൂടെ ആ വെള്ളത്തിൽ ചവിട്ടി നിൽക്കുന്ന 2 പാവകളുടെയും സർക്യൂട്ട് തകർന്നിട്ട് ആ പാവകൾ താഴേക്ക് വീഴുന്നു. ഈ സമയം ചിക്ക എന്ന് പറഞ്ഞ പാവ എബിയെയും കൊണ്ട് അവിടുത്തെ സ്റ്റോർ റൂമിലേക്കാണ് പോകുന്നത്. അവിടെ കേടായി കിടക്കുന്നൊരു പാവയുണ്ടല്ലോ, നേരത്തെ ആ ചൂല് മുറിച്ച് കളഞ്ഞത്, അതിന്റെ ശരീരത്തിലേക്ക് ഇട്ടിട്ട് അവളെ കൊല്ലാനാണ് അതിന്റെ ശ്രമം. അങ്ങനെ വേഗം തന്നെ ആ പാവ എബിയെ എടുത്തിട്ട് ആ കേടായ പാവയുടെ മുകളിലേക്ക് വെക്കുകയാണ്. എബിയാണെങ്കിൽ വല്ലാണ്ട് കരയാൻ തുടങ്ങി. ആ പാവയിൽ നിന്നും അവൾ അത് തീരെ പ്രതീക്ഷിച്ചതല്ല. എന്നാൽ പെട്ടെന്നാണ് മൈക്ക് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ആ പാവയെ ഷോക്ക് അടിപ്പിച്ചു വീഴ്ത്തുന്നു. അങ്ങനെ കഷ്ടിച്ചാണ് അവൻ എബിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ എബിയെയും കൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് ആ കപ്പ് കേക്ക് വന്നിട്ട് മൈക്കിന്റെ കാല് കയറി പിടിക്കുന്നത്. അത് അവനെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഈ സമയം മൈക്ക് എബിയുടെ അടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയാണ്. അങ്ങനെ എബി നേരെ പോകുന്നത് അവിടുത്തെ ഹാളിലേക്കാണ്. എന്നാൽ അവൾ അതിലെ ഓടുന്നത് ആ പയ്യനും കാണുന്നുണ്ട്. ആ പയ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോക്സി എന്ന് പറയുന്ന പാവയെ എബിയുടെ പുറകെ അയക്കുകയാണ്. ഇതേ സമയം തന്നെ മൈക്ക് ആണെങ്കിൽ ആ കപ്പ് കേക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അവൻ ആ ഷോക്ക് അടിപ്പിക്കുന്ന സാധനം വെച്ചിട്ട് കപ്പ് കേക്കിനെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തുന്നു. ഇതേ സമയം തന്നെ ഫോക്സി ആണെങ്കിൽ എബിയെ അന്വേഷിച്ച് നടക്കുകയാണ്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറെ ബോളുകൾ കൂട്ടിയിട്ടുണ്ട്. അവൾ അതിന്റെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും എബിയെ അന്വേഷിച്ചിട്ട് മൈക്കും അങ്ങോട്ട് എത്തി. അവനിപ്പം അവളെയും തെരഞ്ഞു നടക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ആ യെല്ലോ റാബിറ്റ് അങ്ങോട്ട് വരുന്നത്. ഇതിനകത്താണ് ആ വില്യം ഉള്ളത്. അതങ്ങോട്ട് വരുന്ന കാണുമ്പോൾ തന്നെ മൈക്ക് അതിനെ ഷോക്ക് അടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനെ ഷോക്ക് ഏൽക്കുന്നില്ല. അയാൾ അങ്ങോട്ട് വന്നിട്ട് അവനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ഫോക്സി ആണെങ്കിൽ എബിയെ കണ്ടെത്തി. എന്നാൽ അത് അവളെ പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ ഫോക്സിയും ഷോക്കേറ്റ് താഴേക്ക് വീണു. അത് വെനേസയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വെനേസ അവളെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. ഈ സമയം വില്യം ആണെങ്കിൽ മൈക്കിനെ ശരിക്കും ഇട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവിടെ വീണ് കിടക്കുന്ന പാവകളൊക്കെ തിരിച്ചു വിളിക്കുകയാണ്. അതോടുകൂടെ ആ പാവകളൊക്കെ വീണ്ടും എഴുന്നേറ്റ് വരാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് വെനേസ തോക്കുമായിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഈ സമയം വില്യം ആ പാവയുടെ മുഖംമൂടി മാറ്റുന്നുണ്ട്. വെനേസ അയാൾക്ക് നേരെ തോക്കി ഉണ്ടിയത് കാണുമ്പോൾ അയാൾ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്കാണ് നടക്കുന്നത്. ഈ സമയം എബി ആണെങ്കിൽ മൈക്കിന്റെ അടുത്തെത്തി. അവളെ കാണുമ്പോൾ മൈക്ക് ഒരു കാര്യം അവളുടെ അടുത്ത് പറയാണ്. നീ കണ്ടില്ലേ, അതാണ് യെല്ലോ റാബിറ്റ്. നിന്റെ ഫ്രണ്ട്സായ കുട്ടികളൊക്കെ വിചാരിച്ചിരിക്കുന്നത് അയാൾ അവരെ സ്നേഹിക്കുകയാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അയാളാണ് ആ കുട്ടികളെ കൊന്നത്. അത് നീ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. നീ അവിടെ വരച്ചിരിക്കുന്ന ചിത്രം കണ്ടില്ലേ, ആ മഞ്ഞ റാബിറ്റ് കുട്ടികളെ പിടിച്ചു നിൽക്കുന്നത്, ആ ചിത്രം നീ മാറ്റി വരയ്ക്കണം. അതിൽ അയാൾ അവരെ സ്നേഹിക്കുന്നതായിട്ടാണ്. അത് നീ മാറ്റിയിട്ട് അയാൾ അവരെ ഉപദ്രവിക്കുന്നതാക്കിയിട്ട് വരച്ചു വെക്കണം എന്നാണ് അവൻ അവളുടെ അടുത്ത് പറയുന്നത്. അവളാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ വേഗം ചെന്നിട്ട് ആ ചിത്രം അവിടെ നിന്ന് പറിച്ചെടുക്കുകയാണ്. അത് കാണുന്ന വില്യം ആണെങ്കിൽ അവളുടെ നേരെ തിരിഞ്ഞു. എന്നാൽ വെനേസ അതിന് സമ്മതിക്കുന്നില്ല. അവളെ ഞാൻ കൊല്ലാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞിട്ട് അവൾ അയാളുടെ കയ്യിൽ കയറി പിടിച്ചു. ഈ സമയം അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള കത്തി വെച്ചിട്ട് അവളുടെ വയറ്റിനൊരു കുത്തു കൊടുക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും എബി ആണെങ്കിൽ ആ ചിത്രം മാറ്റി വരച്ചു. മാത്രമല്ല മൈക്കാണെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ള ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ആ പാവകൾക്ക് കാണാൻ വേണ്ടി ആ ചിത്രത്തിലേക്ക് മാത്രം ഒരു ലൈറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ചിത്രം കാണുമ്പോൾ അയാൾ തങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു എന്ന കാര്യം ആ കുട്ടികൾ തിരിച്ചറിഞ്ഞു. അതിനെ തുടർന്ന് ആ പാവകളൊക്കെ നേരെ വില്യമിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അയാൾ എന്തു പറഞ്ഞിട്ടും ആ പാവകൾ പിന്മാറുന്നില്ല. ഈ സമയം ആ കപ്പ് കേക്ക് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അയാളുടെ ദേഹത്തേക്ക് ചെന്നിട്ട് അയാളുടെ വയറ്റിലൊരു കടി കൊടുക്കുകയാണ്. അതോടുകൂടെ അയാളിപ്പോൾ ധരിച്ചിരിക്കുന്ന ആ പാവയുടെ മെക്കാനിസം ഓണായി. അതിപ്പം അയാൾ അതിനകത്തിട്ട് ഇങ്ങനെ ഞെരുക്കുകയാണ്. അതോടുകൂടെ അയാൾ താഴേക്ക് വീഴുകയും ചെയ്തു. ഈ സമയം ബാക്കി പാവകളെല്ലാം കൂടെ ചേർന്നിട്ട് അയാളെയും പിടിച്ചുകൊണ്ട് സ്റ്റോർ റൂമിലേക്ക് പോവാണ്. ഈ ഒരു അവസരത്തിൽ മൈക്കും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. മൈക്ക് ഇപ്പൊ വെനേസയെ ഹോസ്പിറ്റലിലാക്കി. അവൾക്ക് ബോധമൊന്നും വന്നിട്ടില്ല. അവളിപ്പോ കോമയിലാണ്. ഈ ഒരു അവസരത്തിൽ അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നത് അവരെ സഹായിച്ചതിന് അവളുടെ അടുത്ത് നന്ദി പറയാനാണ്. അതിനുശേഷം ഞാൻ നാളെ വരാമെന്നും പറഞ്ഞിട്ട് അവൻ എബിയെയും കൂട്ടി ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം അവരിപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഈ സമയം എബി അവൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ കുറേ ദിവസമായില്ല എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട്, നമുക്ക് ഒന്നുകൂടെ അവരെ കാണാൻ പോയാലോ എന്നാണ് അവൾ ചോദിക്കുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ മൈക്കാണെങ്കിൽ നമുക്ക് പോവാന്നും പറയുന്നില്ല, നമുക്ക് പോണ്ടാന്നും പറയുന്നില്ല. അവൻ നൈസായിട്ട് ആ വിഷയം അങ്ങോട്ട് മാറ്റുകയാണ്. ഇതേ സമയം തന്നെ വില്യം ആണെങ്കിൽ അവിടുത്തെ സ്റ്റോർ റൂമിലിരിക്കുകയാണ്. അയാൾക്ക് എഴുന്നേക്കാനൊന്നും പറ്റുന്നില്ല. ഈ സമയം അയാൾ നോക്കുമ്പോൾ ആ പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ അവന് നേരെ കൈ നീട്ടാണ്, എന്നെ ഒന്ന് രക്ഷിക്കുമെന്ന് ചോദിച്ചിട്ട്. എന്നാൽ അവനാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ അയാളൊന്ന് നോക്കിയതിന് ശേഷം ആ ഡോറ് ക്ലോസ് ചെയ്യാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.